कुंज बिहारी जय राधा माधवा कुंज बिहारी जय गोपी जन वल्लभा जयो गिरिवरधारी जय गिरिवरधारी जय यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावन चारी जय राधा माधवा कुंज बिहारी हरे कृष्णा 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 हरे 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 रामा राम राम हरे 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 श्रीनाथ प्रणाम। हरे कृष्णा। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तु ते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयप्रताका स्वामिन् इति नामिने। नमो ओमाचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामदारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। नीलाचल निवासाय नित्याय परमात्मने श्रीबलभद्र सुभद्राभ्यां जगन्नाथाय ते नमः। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ തന്നെ ഭഗവാന്റെ ഐശ്വര്യങ്ങളെ കുറിച്ച് ഇവിടെ അർജുനന്റെ മുൻപില് വ്യക്തമാക്കുകയാണ്. എല്ലാമെല്ലാം ഭഗവാന്റെ ഐശ്വര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനന്തമാണ്. അതേക്കുറിച്ച് വർണ്ണിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ അർജുനനോട് ഭഗവാന്റെ കുറച്ച് വിഭൂതികളെ കുറിച്ച് മാത്രമാണ് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ കണ്ടു ഏകാദശ രുദ്രന്മാരിലെ ശിവൻ എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുബേരൻ ദേവന്മാരുടെ
ഭണ്ഡാരം സൂക്ഷിപ്പുകാരനാണ് കുബേരൻ. ആ കുബേരനും ഭഗവാന്റെ പ്രതിനിധി തന്നെയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മേരുപർവ്വതം, പർവ്വതങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് മേരുപർവ്വതം. അങ്ങനെയുള്ള മേരുപർവ്വതവും ഭഗവാൻ തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദേവഗുരുവായ ബൃഹസ്പതി, സേനാധിപനിലെ മുഖ്യ സേനാധിപനായ കാർത്തികേയൻ, അതുപോലെ തന്നെ സമുദ്രം, ജലാശയങ്ങളിലെ ഏറ്റവും വലിപ്പം കൂടിയതും ഗാംഭീര്യമുള്ളതുമാണ് സമുദ്രം. ആ സമുദ്രവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇന്ദ്രന്റെ പുരോഹിതനാണ് ബൃഹസ്പതി. ഇന്ദ്രൻ രാജാധിരാജനാണ്. അതുകൊണ്ട് ബൃഹസ്പതി പുരോഹിതന്മാരിൽ ശ്രേഷ്ഠനായി. അതുപോലെ തന്നെ മഹർഷിമാരിലെ ഭൃഗുവാണ് ഏറ്റവും മുഖ്യനായിട്ടുള്ളത്. ആ ഭൃഗുവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഒരിക്കല് ഭൃഗു മഹർഷി ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരില് ആരാണ് ശ്രേഷ്ഠൻ എന്ന് എല്ലാവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. അപ്പൊ ഇത് പരീക്ഷിക്കാനായിട്ട് എല്ലാവരും ഭൃഗുവിനെയാണ് നിയോഗിച്ചത്. അപ്പം ഭൃഗു നേരെ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് ബ്രഹ്മാവിനെ വണങ്ങിയില്ല. ബ്രഹ്മാവിന്റെ മുൻപില് കാല് കയറ്റി വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള ബഹുമാനവും ഇല്ലാതെ അവിടെ ഇരുന്നു. ഇത് കണ്ട് ബ്രഹ്മാവ് കുപിതനായി. അപ്പം ഭൃഗു മഹർഷി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി ഓടുക ചെയ്തത്. പിന്നീട് കൈലാസത്തിലേക്ക് വന്നു. കൈലാസത്തിൽ വന്നു വളരെ സന്തോഷത്തോടെ മഹാദേവനെ ഭൃഗുവിനെ ആലിംഗനം ചെയ്യാനായിട്ട് വന്നപ്പം ഭൃഗു കളിയാക്കി മഹാദേവനെ, ഈ വൃത്തികെട്ട ശരീരവും വെച്ചിട്ട് എന്നെ ആലിംഗനം ചെയ്യേണ്ട, കണ്ടില്ല തലയോട്ടി കൊണ്ടുള്ള മാല ധരിച്ചിരിക്കുന്നു, ശരീരത്തിൽ മുഴുവൻ ഭസ്മം പൂശിയിരിക്കുന്നു, മുടിയാണെങ്കിൽ ജട പിടിച്ച് ഈ വേഷത്തിൽ എന്നെ ആലിംഗനം ചെയ്യാൻ പാടില്ല. ഇത് കേട്ട് ശിവനും കുപിതനായി. അപ്പൊ അവിടുന്ന് നേരെ വൈകുണ്ഠത്തിലേക്ക് വന്നു, മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നു. മഹാവിഷ്ണു ആ സമയം നിദ്രയിലായിരുന്നു. ലക്ഷ്മി ദേവി ഭഗവാന്റെ കാല് തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഭൃഗു മഹർഷി വന്ന പാടെ എന്താ ചെയ്തത്, മഹാവിഷ്ണുവിന്റെ നെഞ്ചത്ത് ചെന്ന് കാലുകൊണ്ടൊരു ചവിട്ട് വെച്ചു കൊടുത്തു. അപ്പൊ ഇത് കണ്ട് ലക്ഷ്മി ദേവി പോലും ഞെട്ടിപ്പോയി. പക്ഷെ മഹാവിഷ്ണു ആണെങ്കിലോ പെട്ടെന്ന് കണ്ണു തുറന്ന് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ചോദിച്ചു, എന്റെ നെഞ്ച് കല്ല് പോലെയാണ്, അങ്ങയുടെ കാല് വേദനിച്ചില്ലല്ലോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കൂ, ഞാൻ കാല് തടവിത്തരാം, അങ്ങയുടെ വേദന ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ എഴുന്നേൽക്കുകയാണ് ചെയ്തത്. അപ്പം ഭൃഗു തീരുമാനിച്ചു, ഇത് തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്, ഈ വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഭൃഗു മഹർഷി എല്ലാവരോടുമായിട്ട് പറയുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, ആ ഭൃഗുവാണ് ഞാൻ എന്ന്. കാരണം ഭൃഗു മഹർഷി എല്ലായിടത്തും എത്തും. അങ്ങനെയുള്ള ഭൃഗു ഞാൻ തന്നെയാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാക്കുകളില് ഓം, പ്രണവ മന്ത്രമായ ഓം എന്ന ശബ്ദവും ആരാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ യജ്ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ജപയജ്ഞം, അതായത് സങ്കീർത്തന യജ്ഞം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്ര ജപം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞമെന്ന് പറയുന്നു. ആ യജ്ഞവും ആരാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്ഥാവരങ്ങളായിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹിമാലയം, അതായത് ചലിക്കാത്തതില് ഏറ്റവും ശ്രേഷ്ഠ ഹിമാലയമാണ്. ആ ഹിമാലയവും ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഓം ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ പരിപാവനമായ പ്രാതിനിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ജപയജ്ഞം എന്ന് പറയുന്നത് ഏറ്റവും ലളിതവുമാണ് പവിത്രവുമാണ്. ആ ജപയജ്ഞവും ആരാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മളും കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു മേരുവാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്ന്. പക്ഷെ മേരു ചിലപ്പോൾ ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, മേരുവിനെക്കാട്ടിൽ വലുതാണ് ഹിമാലയം. കാരണം ഹിമാലയം ചലിക്കുന്നില്ല. അങ്ങനെയുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഹിമാലയം. അതുകൊണ്ട് ആ ഹിമാലയം ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നു. പിന്നെ അടുത്തത് എന്താ പറയുന്നത്, വൃക്ഷങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് അശ്വത്ഥം, അതായത് ആൽമരമാണ്. ആ അശ്വത്ഥവും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസ്യ പർണാനി യസ്തം വേദ സ വേദവിദ. അതിലും ആൽമരത്തെ കുറിച്ച്
പറയുന്നുണ്ട് തലകീഴായിട്ടുള്ള ഒരു ആൽമരം. അപ്പം ഇങ്ങനെ പറയുന്നത് ദേവർഷിമാരിലെ നാരദൻ ഏറ്റവും മുഖ്യനാണ്. ആ നാരദ മഹർഷി, അതുപോലെ തന്നെ ഗന്ധർവന്മാരെന്ന് പറഞ്ഞാല് ദേവലോകത്തെ ഏറ്റവും വലിയ ഗായകരാണ്. അങ്ങനെയുള്ളവരില് ചിത്രരഥൻ എന്ന് പറയുന്ന ഗന്ധർവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ആ ഗന്ധർവനിൽ നിന്നാണ് അർജുനന് സംഗീതം പഠിച്ചത്. അവര് രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു, അർജുനനും ചിത്രരഥനും. ആ ചിത്രരഥനിൽ നിന്നാണ് അർജുനന് സംഗീതം അഭ്യസിച്ചത്. അപ്പം ആ ചിത്രരഥനും ആരാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ യോഗസിദ്ധി നേടിയവരില് കപിലമുനി കപില ദേവഹൂതി സംവാദം ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമാണ്. അങ്ങനെയുള്ള കപിലമുനി ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്, വൃക്ഷങ്ങളിൽ വെച്ചിട്ട് ഉയരവും സൗന്ദര്യവും ഏറിയതാണ് അശ്വത്ഥം അല്ലെങ്കിൽ അരയാൽ മരം. എല്ലാ ദിവസവും രാവിലെ അതിനെ ആരാധിക്കുക എന്നത് ഭാരതത്തിലെ ജനങ്ങളുടെ ഒരു ചടങ്ങാണ്. അതുപോലെ തന്നെ ദേവർഷിയായ നാരദനെയും എല്ലാവരും ആരാധിക്കുന്നുണ്ട്. അദ്ദേഹം മഹാഭക്തനാണ്. ഏറ്റവും വലിയ കൃഷ്ണാവബോധ പ്രചാരകനാണ് ആര്? നാരദ മഹർഷി. നാരദ മഹർഷി എവിടെയും കയറി ചെല്ലും ധൈര്യമായിട്ട് നാരായണ നാരായണ ജപിച്ചുകൊണ്ടാണ്, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എവിടെയും കയറി ചെല്ലും നാരദ മഹർഷി. അപ്പം ആ നാരദ മഹർഷിയും ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അടുത്തത് എന്താ പറയുന്നത്? ഉച്ചൈസ്രവസ്, അതായത് നമുക്കറിയാം പാലാഴി കടഞ്ഞു ഇല്ലേ? പാലാഴി മസനത്തെ സമയത്ത് പല വസ്തുക്കളും കിട്ടി. അതായത് മന്ധരപർവ്വതത്തെ പാലാഴി കടഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ദേവന്മാരും അസുരന്മാരും, അതായത് ദേവന്മാർക്ക് ശാപം കിട്ടി ഇല്ലേ? ശാപം കിട്ടിയ ദേവന്മാരൊക്കെ വൃദ്ധരായി. ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, സമയക്കുറവുള്ളത് കൊണ്ട്. ദേവന്മാരെല്ലാം വൃദ്ധരായി തീർന്നു, അവർക്ക് ആരോഗ്യം നശിച്ചു, ഒന്നിനും അവർക്കൊരു ഉന്മേഷമില്ല, ഉത്സാഹമില്ല. അപ്പൊ അതിന്റെ പരിഹാരം എന്താണ്? പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃത് ഭക്ഷിച്ചെങ്കിൽ അവര് പഴയ പോലെ അവരെ ഉഷാറാവുകയുള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്തു? ദേവന്മാരെ അസുരന്മാരെയും കൂടി കൂട്ടുപിടിച്ചിട്ടാണ് പാലാഴി കടയാന് ആരംഭിച്ചത്. അപ്പം മന്ധരപർവ്വതത്തെയും അതുപോലെ തന്നെ വാസുകി, മന്ധരപർവ്വതത്തെ കടവോലായിട്ടും വാസുകിയെ കയറായിട്ടും എടുത്തിട്ടാണ് അവര് പാലാഴി എന്ന് പറയുന്ന സമുദ്രം കടയാൻ ആരംഭിച്ചത്. അപ്പൊ ആ സമുദ്രം കടഞ്ഞു തുടങ്ങിയപ്പോൾ പലതരത്തിലുള്ള വസ്തുക്കൾ പുറത്തേക്ക് വന്നു. ആദ്യം വന്നത് ഏതാണ്? കാടകുളം എന്ന് പറയുന്ന വിഷം. ആ വിഷമാണ്, ഭയങ്കരമായ ശക്തിയുള്ള ഒരു വിഷമാണത്. അതാണ് പുറത്തേക്ക് വന്നത്. അപ്പൊ അതിന്റെ ആ മാരകമായിട്ടുള്ള ശക്തിയുടെ പ്രഭാവത്താല് എല്ലാവർക്കും അവർക്ക് ബോധം നശിക്കുന്ന ഒരവസ്ഥ പോലെ അനുഭവപ്പെട്ടു. ആ സമയം ഒരു മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചു എല്ലാവരും, ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം, എന്തെങ്കിലും ഉടനടി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ വീണ് ഞങ്ങൾ ഇവിടെ തന്നെ മരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് മഹാദേവൻ അവിടെ ഓടിയെത്തി ആ വിഷം മുഴുവൻ മഹാദേവൻ പാനം ചെയ്തു. ആ സമയം പാർവതി മാത എന്ത് ചെയ്തു? അത് ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് മഹാദേവന്റെ കഴുത്തിൽ കയറി പിടിച്ചു. അപ്പൊ ആ വിഷം അവിടെ വ്യാപിച്ച് മഹാദേവന്റെ കഴുത്തിന് നീല നിറമായി. അങ്ങനെയാണ് മഹാദേവന് നീലകണ്ഠൻ എന്ന പേര് കിട്ടിയത്. പിന്നീട് ഉച്ചൈസ്രവസ്, അങ്ങനെ പല വസ്തുക്കളും പുറത്തേക്ക് വന്നു. ഉച്ചൈസ്രവസ് എന്ന് പറയുന്നത് കുതിരയാണ്. ആ കുതിര, അതുപോലെ തന്നെ അതിനുശേഷം ഐരാവതം, ഇങ്ങനെ പല പദാർത്ഥങ്ങളും പുറത്തേക്ക് വന്നു. ഇത് അമൃത് കിട്ടുന്നതിന് മുൻപാണ് ഈ പദാർത്ഥങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. അപ്പം പിന്നീട് വന്നത് സുരഭി പശുവാണ്. സുരഭി പശു, അത് മുനിമാരാണ് പശുവിനെ സ്വീകരിച്ചത്. പിന്നീട് വന്നത് ഐരാവതം. ഐരാവതം എന്ന് പറയുന്നതിന് 4 വലിയ ടസ്ക് ഉണ്ട്, അതിനെ ഇന്ദ്രൻ സ്വീകരിച്ചു. പിന്നീട് ഉച്ചൈസ്രവസിനെ സ്വീകരിച്ചത് ആരാണ്? ബലി മഹാരാജാവാണ് ആ കുതിരയെ സ്വീകരിച്ചത്. ഇങ്ങനെ കുറെ വസ്തുക്കൾ കിട്ടി. അപ്പൊ അതെല്ലാം കൂടി ദേവന്മാരും അസുരന്മാരും അതെല്ലാം പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഐരാവതത്തെ ആരാ എടുത്തത്? ദേവേന്ദ്രൻ ഇല്ലേ?
ദേവേന്ദ്രൻ എടുത്തു. അവസാനമാണ് ധന്വന്തരി മൂർത്തി കയ്യിലെ അമൃത കലശവുമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഇവിടെ പറയുന്നു, അതുപോലെ തന്നെ മനുഷ്യരിൽ വെച്ചിട്ട് ശ്രേഷ്ഠനാണ് രാജാവ്. ആ രാജാവും ആരാണ്? ഭഗവാൻ തന്നെയാണ് എന്ന്, ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം ഉച്ചൈസ്രവസ, ഐരാവതം, ഇതെല്ലാം ആരാണ്? ഭഗവാന്റെ പ്രതിനിധികളാണ്. അതുപോലെ മനുഷ്യരിൽ രാജാവ് കൃഷ്ണന്റെ പ്രതിനിധിയാണ്. കൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത് ഈ വിശ്വത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന ആളാണ്, ഇല്ലേ? അതുപോലെയുള്ള ആളായിരിക്കണം ആര്? രാജാവ്. കാരണം എല്ലാ ദൈവിക ഗുണങ്ങളെല്ലാം ഒരു രാജാവില് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ തങ്ങളുടെ സാമ്രാജ്യത്തെ ശരിയായ രീതിയിൽ സംരക്ഷിക്കാൻ ഒരു രാജാവിനെ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ രാജാവിലുള്ള ഗുണങ്ങളെല്ലാം ഭഗവാന്റേതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട്. യുധിഷ്ഠിര മഹാരാജാവ്, പരീക്ഷിത്ത് മഹാരാജാവ്, ശ്രീരാമചന്ദ്രൻ, ഇവരെല്ലാം പ്രജാക്ഷേമത്തെ മുൻനിർത്തി നാട് ഭരിച്ചവരാണ്. അപ്പൊ ഇവരെല്ലാം നീതിമാന്മാരായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഭഗവാന്റെ പ്രതിനിധികളായിട്ടാണ് ഇവരെയൊക്കെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ വേദങ്ങളിലും പറയുന്നുണ്ട്, രാജാവ് എന്ന് പറയുന്നത് ഈശ്വരന്റെ പ്രതിനിധിയാണ് എന്ന്. പക്ഷെ ഇന്നാണെങ്കിലോ ഇതിന് നേരെ വിപരീതമാണ്. ഇന്നൊക്കെ എന്താണ്? സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നാട് ഭരിക്കുന്നത്, അല്ലെ? അവനവന്റെ ആവശ്യങ്ങൾ, അവനവന്റെ കുടുംബത്തിലുള്ളവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുക, അല്ലാണ്ട് ജനങ്ങളുടെ ജനക്ഷേമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇന്ന് ഭരണാധികാരികള് ചെയ്യുന്നില്ല. പണ്ട് അങ്ങനെയായിരുന്നില്ല. രാജാക്കന്മാര് ഭക്തരുമായിരുന്നു, സൽഭരണമാണ് അവരെ കാഴ്ചവെച്ചിരുന്നത്. അപ്പൊ അക്കാലത്തെ ജനങ്ങളൊക്കെ വളരെയധികം അവർക്ക് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് രാജാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ആയുധങ്ങളിൽ വെച്ചിട്ട് വജ്രം, അതായത് ഇടിമിന്നൽ, ആ വജ്രവും ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത്. വജ്രായുധം പ്രയോഗിക്കണമെങ്കിൽ ചില മന്ത്രങ്ങൾ ജപിക്കണം. ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണ് വജ്രായുധം പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ പ്രയോഗിച്ചാല് അത് തിരിച്ചെടുക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. ആ പ്രയോഗിച്ച ആളിന് മാത്രമേ അത് തിരിച്ചെടുക്കാന് സാധിക്കുകയുള്ളൂ. അത് തന്നെയുമല്ല, അത് പ്രയോഗിക്കുന്ന ആർക്കെതിരെയാണോ അത് പ്രയോഗിക്കുന്നത്, ആ വ്യക്തി തന്റെ മുൻപിൽ ഇല്ല എങ്കിൽ അത് എവിടെയാണെങ്കിലും പോയി കണ്ടുപിടിച്ച് ആ വ്യക്തിയെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അത്ര ശക്തിമത്താണ് വജ്രായുധം. ആ വജ്രായുധവും ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പശുക്കളിലെ സുരഭി പശു. സുരഭി പശുവിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും വേണമെങ്കിലും പാല് ചുരുത്താനുള്ള കഴിവ് ഈ സുരഭി പശുവിനുണ്ട്. അത് തന്നെയുമല്ല, സുരഭി പശുവിന്റെ അടുത്ത് നിന്ന് നമ്മൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും അതെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ പറയുന്നു, ജനന ഹേതുക്കളിൽ കാമദേവൻ, അതായത് നമ്മളുടെ ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ സെക്സ് ലൈഫ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്? കൃഷ്ണാവബോധത്തിലുള്ള സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ ഭാര്യ ഭർത്താക്കന്മാര് സെക്സിൽ ഏർപ്പെടാവുള്ളൂ എന്ന് ശ്രീല പ്രഭുപാദരും നമ്മളുടെ ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് കാമദേവൻ. ആ കാമദേവൻ ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സർപ്പങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള വാസുകി, ആ വാസുകിയും ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയാണ്. ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, തൽപുത്രോൽപത്തിക്ക് ആവശ്യമായ ലൈംഗിക തൃഷ്ണയത്രേ കന്ദർപ്പൻ. ഈ കന്ദർപ്പനും കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്നു. കേവലം ഇന്ദ്രിയ സുഖത്തിനായി ചെയ്യപ്പെടുന്ന സംഭോഗത്തിന് ഭഗവാന്റെ പ്രാതിനിധ്യം ഇല്ല എന്നിവിടെ പ്രത്യേകിച്ചിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സന്തതികളില് അവര് ഭക്തരായിരിക്കില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തത്, അനേകം ഫണങ്ങളോടുകൂടിയ നാഗങ്ങളിൽ ശ്രേഷ്ഠനാണ് അനന്തൻ. ആ അനന്തനുമാരാണ്? ഭഗവാന്റെ പ്രതിനിധിയാണ്. മഹാവിഷ്ണുവിന്റെ ശയ്യ അനന്തനാണ്, ആദിശേഷനാണ്. ആ ആദിശേഷനും ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജലജീവികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് വരുണൻ. അതുപോലെ തന്നെ പിതൃക്കളില് ആര്യമാവ്, ശിക്ഷകരിൽ മൃത്യുദേവതയായ യമൻ. നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഇല്ലേ? നന്മയും തിന്മയും ഉണ്ട് നമ്മളില്. ആ തിന്മകളൊക്കെ ചെയ്യുന്നതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടും, മരണശേഷം നമുക്ക് കിട്ടും ആ ശിക്ഷ. ആത്മാവിന് ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ശിക്ഷിച്ച് ഒരാത്മാവിനെ നല്ല മാർഗത്തിൽ കൂടി നടത്തിക്കുന്നത് ആരാണ്? യമധർമ്മനാണ്.
ആ യമധർമ്മനും ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ യമലോകം എന്ന് പറയുന്നത് ഭൂമിക്ക് തൊട്ടടുത്തുള്ളതാണ് യമലോകം. അവിടെ മഹാപാപികളെ മരണശേഷം യമൻ അങ്ങോട്ട് എത്തിച്ച പല വിധത്തിലുള്ള ശിക്ഷകളും നൽകി ആ ആത്മാവിനെ സന്മാർഗത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ദൈത്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഭക്ത പ്രഹ്ലാദനാണ്. നമുക്കറിയാം പ്രഹ്ലാദൻ ഹിരണ്യകശിപന് ഉണ്ടായതാണ്. ഹിരണ്യകശിപു അസുരന്മാരിൽ ശ്രേഷ്ഠനായിരുന്നു, ഇല്ലേ? ആ ഹിരണ്യകശിപു തപസ്സിന് പോയ സമയത്ത് കയാതു ഹിരണ്യകശിപുവിന്റെ പത്നി ഗർഭിണിയായിരുന്നു. അപ്പം ആ സമയം നോക്കി ഹിരണ്യകശിപു ഇല്ലാത്ത അവസരം നോക്കി ദേവന്മാരെ അസുരലോകം ഹരേ കൃഷ്ണ അസുരലോകം ആക്രമിക്കുകയും ഹിരണ്യകശിപുവിന്റെ പത്നിയായ കയാതുവിനെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ ഇത് കണ്ട് നാരദ മഹർഷി ഓടിയെത്തി കയാതുവിനെ രക്ഷിച്ച് തന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി അവിടെ പാർപ്പിക്കുക ചെയ്തത്, ഹിരണ്യകശിപു മടങ്ങി വരുന്നത് വരെ. അപ്പൊ ആ സമയത്ത് നാരദ മഹർഷി എന്ത് ചെയ്തു? കയാ മാതാജിയുടെ മൈക്ക് ഓഫ് ആണ്. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാമല്ലോ, ഇല്ലേ? ഇപ്പൊ കേൾക്കാം മാതാജി. ആ സമയത്ത് നാരദ മഹർഷി കയാതുവിന് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങള്, ഭക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പം ഗർഭസ്ഥ ശിശുവായ പ്രഹ്ലാദൻ ഇതെല്ലാം കേട്ടു. അങ്ങനെ ജന്മനാ തന്നെ മഹാഭക്തനായിട്ടാണ് പ്രഹ്ലാദൻ പുറത്തു വരുന്നത്. ആ പ്രഹ്ലാദനും ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ കാലം എന്ന് പറയുന്നത് സമയത്തിനെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. ആ കാലം എന്ന് പറയുന്നതും ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളിൽ വെച്ചിട്ട് സിംഹം, അതുപോലെ പക്ഷികളിലെ ഗരുഡൻ, ഇതെല്ലാം ഭഗവാന്റെ പ്രതിനിധിയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭോദര് പറയുന്നു, ദിതിയും അതിഥിയും സഹോദരിമാരാണ്. ഇവര് കശ്യപന്റെ പത്നിമാരാണ്. അതിഥിയുടെ മക്കളെ ആദിത്യരെന്നും ദിതിയുടെ മക്കളെ ദൈത്യരെന്നുമാണ് പറയുന്നത്. ആദിത്യരെ ഭഗവാന്റെ ഭക്തരാണ്, ദൈത്യരാണെങ്കിലും നിരീശ്വരവാദികളാണ്. പ്രഹ്ലാദൻ, ദൈത്യർ പറഞ്ഞാല് അസുരന്മാര്. പ്രഹ്ലാദന് അസുരകുലത്തിലാണ് ജനിച്ചത്. പക്ഷെ നാരദ മഹർഷിയുടെ സമ്പർക്കം കൊണ്ട് ബാല്യം മുതൽക്കേ മഹാഭക്തനാകാനുള്ള ഭാഗ്യം പ്രഹ്ലാദന് കിട്ടി. ആ പ്രഹ്ലാദന് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് ഗണിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സമയത്തിന് എന്തിനേയും മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഈ സമയം എന്ന് പറയുന്നതും ഭഗവാന്റെ പ്രാതിനിധ്യത്തെ കാണിക്കുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നത് അഹം കാലോസ്മി ലോകക്ഷയകുറിച്ച്, ഇല്ലേ? ആ കാലം ഭഗവാനാണ്. പിന്നീട് പറയുന്നു, ശുദ്ധീകരിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും പവിത്രമാണ്, ശ്രേഷ്ഠനാണ് വായു അല്ലെങ്കിൽ കാറ്റ്. ആ വായുവും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ ആയുധധാരികളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠൻ പരശുരാമനാണ്. പരശുരാമനും ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ മത്സ്യങ്ങളിൽ വെച്ചിട്ട് മകരമത്സ്യം, ഏറ്റവും വലിയ മത്സ്യമാണ് മകരമത്സ്യം, അതായത് സ്രാവ്, അതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എല്ലാ നദികളിലും വെച്ചിട്ട് ശ്രേഷ്ഠമാണ് ഗംഗ. ആ ഗംഗാ നദിയും ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൃഷ്ടിയുടെ ആദിമധ്യ അവസാനം ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് സൃഷ്ടി നടത്തുന്നതും അത് പാലിക്കുന്നതും അവസാനം സംഹരിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുപോലെ ശാസ്ത്രങ്ങളിലെ ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ ഭഗവാനാണ്. തർക്കശാസ്ത്രങ്ങളിലെ നിർണയ സത്യവും ആരാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്.
ഇപ്പൊ സൃഷ്ടിയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഭഗവാന് സൃഷ്ടിക്ക് മുൻപേ ഭഗവാൻ ഉണ്ടായിരുന്നു, സൃഷ്ടിക്ക് ശേഷവും ഉണ്ട്. ഇതെല്ലാം സംഹാരം കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ആരാണ്? ഭഗവാനാണ്, അല്ലെ? ഭഗവാന്റെ പ്രഥമ വിസ്തരണമാണ് ബലരാമൻ. ആ ബലരാമനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്, ഇല്ലേ? അത് 3 പുരുഷാവതാരങ്ങള്, കാരണോദശായി വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണു പറയും, ഗർഭോദശായി വിഷ്ണു, ക്ഷീരോദശായി വിഷ്ണു. ഈ 3 പുരുഷാവതാരങ്ങളും ആരിൽ നിന്നാണ്? ബലരാമനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ 3 പുരുഷാവതാരങ്ങളാണ് ഈ വിശ്വത്തിന്റെ ആവിഷ്കാരത്തെ അവരെ സൃഷ്ടിക്കുകയും അത് പരിപാലിക്കുകയും പിന്നെ സംഹരിക്കുകയും ചെയ്യുന്നത്. സംഹരിക്കുന്നത് ആരാണ്? ശിവനാണ്, അല്ലെ? ദ്വിതീയ സൃഷ്ടാവാണ് ആര്? ബ്രഹ്മാവ്. ബ്രഹ്മാവും അതുപോലെ തന്നെ ശിവനും എല്ലാം തന്നെ ഭഗവാന്റെ പ്രതിനിധികളാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആധ്യാത്മിക ഗ്രന്ഥങ്ങള് പലതുണ്ട്. 4 വേദങ്ങളുണ്ട്. ആ വേദങ്ങൾക്ക് 6 അംഗങ്ങളുണ്ട്. അങ്ങനെ ചേർന്നത് 10. പിന്നെ വേദാന്ത സൂത്രം, ന്യായശാസ്ത്രം, മതഗ്രന്ഥങ്ങള്, പുരാണങ്ങൾ, ഇങ്ങനെ 4. അങ്ങനെ 14 എണ്ണമുണ്ട് വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്, അതായത് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ. ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ പ്രതിനിധികളായിട്ടാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ചും വേദാന്ത സൂത്രം. വേദാന്ത സൂത്രത്തിന്റെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. അതും ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ താർക്കികരില് പണ്ട് കാലത്ത്, ഇപ്പൊ വളരെ കുറവാണ് താർക്കികര്. പണ്ട് കാലത്ത് എല്ലാവരും സംസ്കൃതം പഠിച്ചിരുന്നു. ഭാരതമൊട്ടാകെ എല്ലാവരും സംസ്കൃതത്തിൽ അറിവ് നേടിയിരുന്നു. അക്കാലത്ത് ധാരാളം താർക്കികന്മാരുണ്ടായിരുന്നു. വ്യാകരണങ്ങളെ, ന്യായം, ഇതെല്ലാം പഠിച്ചിട്ട് അവര് പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെടും. അപ്പം തെളിവ് സഹിതം മറ്റൊരാളുടെ വാദഗതിയെ നമ്മള് ന്യായീകരിക്കുന്നതിനോടൊപ്പം എതിർഭാഗത്തെയും ന്യായീകരിക്കുന്നതിന് ജൽപ്പമെന്ന് പറയുന്നു. അതേസമയം നമ്മുടെ എതിർ പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന വാക്ക് തർക്കം, ആ വാദഗതി എന്ന് പറയുന്നത്, അതിനെ വിദണ്ഡ എന്നാണ് പറയുന്നത്. അതേസമയം തർക്കിച്ചിട്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ ഏതാണ് ശരി എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുന്നതിനാണ് വാദം. അപ്പൊ ഇത് 3, അതായത് വാദം, ജൽപ്പം, വിദണ്ണം, ഇത് 3 ഭഗവാന്റെ പ്രതിനിധികളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ നിർണയ സത്യം, ഏതാണോ സത്യം, വാദിച്ച് ആ പരമസത്യം ഇതാണ് എന്ന് സ്ഥാപിക്കുന്ന പരമസത്യവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അക്ഷരങ്ങളിലെ അകാര്യം, സമാസങ്ങളിലെ ദ്വന്ദ്വ സമാസം, അതുപോലെ തന്നെ കാലം, അതുപോലെ സൃഷ്ടികർത്താക്കളിലെ ബ്രഹ്മാവ്, ഇതും ഭഗവാന്റെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അല്ല, സംസ്കൃത അക്ഷരമാലയിലെ 1ാമത്തെ അക്ഷരം ആയാണ്. വേദ സാഹിത്യങ്ങളൊക്കെ ആയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആ ഉൾപ്പെടാത്ത ഒരു ശബ്ദം നമുക്ക് ഇല്ല. അപ്പൊ എല്ലാ ശബ്ദങ്ങളുടെയും നമുക്കറിയാം പ്രണവം, ഓം എന്ന ആ പ്രണവ മന്ത്രം ഏതിൽ നിന്നാണ് വന്നത്? ആ, ഉ, മ, ഈ 3 അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം എന്ന പ്രണവ മന്ത്രം. അപ്പം ശബ്ദത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുപോലെ സമാസങ്ങൾ, നമ്മൾ സ്കൂളിലെ മലയാളമൊക്കെ വ്യാകരണം പഠിച്ചിട്ടുണ്ടില്ല, അപ്പൊ നമ്മൾ പഠിച്ചതാണ് സമാസം, ദ്വന്ദ്വ സമാസം, ഇല്ലേ? രാമകൃഷ്ണ എന്ന് പറയുമ്പം രാമ, കൃഷ്ണ എന്നീ 2 പദങ്ങൾ കൂടി ചേരുന്നതാണ് രാമകൃഷ്ണ. ആ സമാസങ്ങളിൽ വെച്ചിട്ട് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നതും ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നിവിടെ പറയുന്നു. അതുപോലെ തന്നെ എല്ലാ കൊലയാളികളിലും വെച്ചിട്ട് ഏറ്റവും പ്രാധാന്യം കാലത്തിനാണ്. ആ കാലവും ആരാണ്? ഭഗവാനാണ് എന്ന് പറയുന്നു. എല്ലാത്തിനെയും സംഹരിക്കുന്നതാണ് കാലം, അല്ലെ? സമയമാകുമ്പോ മുൻ പിൻ നോക്കില്ല, സർവ്വതിനെ സംഹരിക്കും, അതാണ് കാലം. ആ കാലവും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പം സൃഷ്ടി നടന്നു, അത് പാലിക്കുന്നു. അവസാന സമയമാകുമ്പോൾ ഒരു ദയം കാണിക്കില്ല, അല്ലെ? ഒന്നുകിൽ പ്രളയം, ഇല്ലെങ്കിൽ അഗ്നിയാകുന്ന പ്രളയം. കലിയുഗത്തിന്റെ അവസാനം അങ്ങനെയാണെന്നാണ് പറയുന്നത്. ചൂട് കൂടി കൂടി എല്ലാം കത്തി ചാമ്പലാവും, അങ്ങനെയെല്ലാം നശിക്കും. ആ കാലവും ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ സൃഷ്ടാക്കളിലെ ജീവാത്മാക്കളിൽ ഏറ്റവും മുഖ്യൻ ആരാണ്? ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മാവ്. ആ ബ്രഹ്മാവും ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയാണ്. ആ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലാണ് ഭഗവാൻ ആദ്യം ജ്ഞാനം പകർന്നു കൊടുത്തത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്,
തേനെ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തിയൻ സൂര്യേഹ. ആ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലാണ് ഭഗവാന് ഞാന് പകർന്നു കൊടുത്തത്. ആ ബ്രഹ്മാവും ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നീട് പറയുന്നു സർവസംഹാരിയായിട്ടുള്ള മരണം, ആ മരണവും ഭഗവാൻ തന്നെയാണ്. ഭാവിയുടെ ഉത്ഭവസ്ഥാനം, അതും ഭഗവാന്റെ പ്രതിനിധിയാണ്. സ്ത്രീകളിലെ യശസ്, ഭാഗ്യം, സുന്ദര ഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവ, ഈ ഗുണങ്ങളെല്ലാം ആരാണ്? ഭഗവാന്റെ പ്രതിനിധികളാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ജനിച്ചാല് മരിക്കണം, അത് ഉറപ്പാണ് ഇല്ലേ? ജനിച്ചു കഴിഞ്ഞാല് മരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ജനനം മുതൽ ഓരോ നിമിഷവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരും അതേപ്പറ്റി ചിന്തിക്കുന്നതേ ഇല്ല ഇല്ലേ? ഓരോ നിമിഷം കഴിയും തോറും മരണം നമ്മളെ വിഴുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവസാനത്തെ വിഴുങ്ങലാണ് മരണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ മരണം എന്ന് പറയുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ എല്ലാ ജീവികൾക്കും, അത് മനുഷ്യനായ മൃഗങ്ങളായാലും 6 ദശകള് പിന്നിടുന്നുണ്ട്. അതായത് ജനനം, വളർച്ച, സ്ഥിതി, സന്തതി, ഉൽപാദനം, ക്ഷയം, പിന്നെ അത് നശിച്ചു പോകും, മരിക്കുക. അത് വൃക്ഷങ്ങളായാലും മറ്റു ജീവികളായാലും മനുഷ്യരായാലും എല്ലാത്തിനും ഉണ്ടായത്. അപ്പം ജനനം എന്ന് പറയുന്നത് എന്താണ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നുള്ള മോചനമാണ് ജനനം എന്ന് പറയുന്നത്. അപ്പൊ അതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. ആ ജനനമാണ് എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ 7 വിഭൂതികളെ കുറിച്ച് മനസ്സിലാക്കി ഇല്ലേ? യശസ്, കീർത്തി ഇല്ലേ, ഭാഗ്യം, പിന്നെ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, ഓർമ്മശക്തി, ബുദ്ധി, പിന്നെ സ്ഥൈര്യം, ക്ഷമ, ഇതൊക്കെ സ്ത്രീലിംഗങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ഭഗവാന്റെ ഗുണങ്ങളാണ്. ഇതെല്ലാം ഭഗവാന്റെ പ്രതിനിധികളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇതില് എല്ലാ ഗുണങ്ങളും എല്ലാവരിലും ഉണ്ടാവില്ല. പക്ഷെ ഇതില് ചില ഗുണങ്ങള് ചിലരിൽ കണ്ടേക്കാം. അങ്ങനെയുള്ളവര് കീർത്തിമാനാകും ഇല്ലേ? അപ്പൊ അതുപോലെ തന്നെ നീതിനിഷ്ഠരായിട്ടുള്ള സത്യത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്നവരെപ്പോഴും അവർക്ക് പ്രശസ്തി ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശസ്തി എന്ന് പറയുന്നതും ഭഗവാനാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ നമുക്കൊരു കഴിവുണ്ട് ഇല്ലേ? ആ കഴിവും ആരാണ്? ആ ഓർമ്മശക്തി എന്ന് പറയുന്നതും ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മള് പല വിഷയങ്ങളെ കുറിച്ച് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ നമ്മൾ പല ഗ്രന്ഥങ്ങൾ വായിക്കും ഇല്ലേ? ശ്രീല പ്രഭുപാദരുടെ എല്ലാ ബുക്കുകളും നമ്മൾ വായിക്കും. അതുപോലെ തന്നെ ഭക്തി വിനോദ ഠാക്കൂറിന്റെ ഇതുപോലുള്ള അവരൊക്കെ മഹാനായിട്ടുള്ള ആചാര്യന്മാരാണ്. അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഓർമ്മയില് സൂക്ഷിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് സൂക്ഷിക്കുക മാത്രമല്ല, അത് അവസരത്തിന് അനുസരിച്ചിട്ടത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, ആ കഴിവ് എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ സ്ഥൈര്യം എന്ന് പറഞ്ഞാല് ചാപല്യത്തിന് വഴങ്ങാതിരിക്കുക, അതായത് സ്ഥിരബുദ്ധി, അതും ആരാണ്? ഭഗവാൻ തന്നെയാണ് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഭഗവാന്റെ ഗുണങ്ങളാണ് ഇല്ലേ? അപ്പൊ നമ്മളുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ ഗുണങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മിടുക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ആ ഗുണം കിട്ടുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാവണം? അങ്ങേയറ്റം വിനയാന്വിതരായി തീരണം നമ്മൾ. അല്ലാണ്ട് ഈ കഴിവില്ല നമ്മൾ അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മളുടെ സ്വന്തമല്ല. ഇത് ഭഗവാന്റെ ഗുണം, ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. ഒരല്പം, മുഴുവൻ കിട്ടിയിട്ടില്ല, ഒരംശം നമുക്ക് കിട്ടി. അതിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അത്രയും നമ്മളുടെ തല കുനിഞ്ഞു വരണമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ എല്ലാ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിലും, വിനീതനാണെങ്കിൽ, വിനയമുള്ളവനാണെങ്കിൽ, ദുഃഖം വന്നാലും സുഖം വന്നാലും, അതായത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ആ വ്യക്തി അതിൽ ഒരിക്കലും പരിതപിക്കില്ല. അതാണ് സ്ഥിരബുദ്ധി എന്ന് പറയുന്നത്. ക്ഷമയോടെ തന്റെ മനസ്സിനെ സ്ഥിരമായി സമചിത്തത പാലിക്കാൻ ആ വ്യക്തിക്ക് കഴിയും. അപ്പൊ ആ കഴിവ് എന്താണ്? ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സാമവേദ സൂക്തങ്ങളിലെ ബൃഹൽ സാമം, അതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. ഛന്ദസ്സുകളിൽ വെച്ചിട്ട് ഗായത്രി മന്ത്രം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ് ഗായത്രി മന്ത്രം, അതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മാസങ്ങളിലെ മാർഗശീർഷം, നവംബർ ഡിസംബർ മാസങ്ങൾ, അതും ഭഗവാന്റെ പ്രതിനിധിയാണ്.
പിന്നെ ഋതുക്കളിലെ വസന്തകാലം, ഏറ്റവും മനോഹരമായിട്ടുള്ള കാലമാണ് വസന്തകാലം. ആ വസന്തകാലവും ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത്. സാമവേദം എന്ന് പറയുന്നത് അനേകം ദേവന്മാര് മനോഹരമായിട്ട് പാടിയ ഗീതങ്ങളാണ് സാമവേദം. അതില് ഏറ്റവും ശ്രേഷ്ഠമാണ്, ആകർഷവും പാതിരാവിൽ പാടുന്നതും ഗീതമാണ് ഏത്? ബൃഹൽ സാമം എന്ന് പറയുന്നത്. ആ ബൃഹൽ സാമവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മളെ സംസ്കൃത കവിത ചൊല്ലണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. സമാസങ്ങള് മറ്റു ഇതെല്ലാം നമ്മൾ നോക്കണം. ദീർഘം, ഹ്രസ്വം ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം സംസ്കൃതത്തിൽ നമ്മളെ ശ്ലോകങ്ങള് ഉരുവിടാൻ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗായത്രി മന്ത്രമാണ് ഏറ്റവും പ്രധാനം. അത് ഗായത്രി മന്ത്രം എല്ലാവർക്കും ഉരുവിടാന് പാടില്ല. പക്ഷെ ഇന്ന് എവിടെ നോക്കിയാലും എവിടെയും കേൾക്കാം ഈ ഗായത്രി മന്ത്രം. പക്ഷെ അതങ്ങനെ മൊബൈലിലെ ട്യൂൺ പോൽ കൂടിയുണ്ട് ഇപ്പം ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം അങ്ങനെ ഉപയോഗിക്കാന് പാടില്ലാത്ത അപരാധമാണ്. ബ്രാഹ്മണിക്കൽ ഇനിഷ്യേഷൻ, ബ്രാഹ്മണ ദീക്ഷ കഴിഞ്ഞവര് മാത്രമാണ് ഈ ഗായത്രി മന്ത്രം ഉരുവിടേണ്ടത്. അവരെ 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഗായത്രി മന്ത്രം ഉരുവിട്ടിട്ടേ അവര് പ്രസാദം ഭക്ഷിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അത് ആധ്യാത്മികമായിട്ട് പുരോഗമിച്ചിട്ടുള്ളവർക്കാണ് ഗായത്രി മന്ത്രം ജപിക്കാന് അർഹതയുള്ളവര്. അങ്ങനെ ഗായത്രി ജപിച്ച് സിദ്ധി നേടിക്കഴിഞ്ഞാല് നമുക്ക് ഭഗവാന്റെ ധാമത്തില് പ്രവേശിക്കാന് സാധിക്കും. അപ്പം ഈ ഭൗതിക ലോകത്തിലെ നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കാൻ വേണ്ടുന്ന സാത്വിക ഗുണങ്ങൾ ഒരു മനുഷ്യൻ തുടക്കം മുതലേ നേടാന് പരിശ്രമിക്കണം. അങ്ങനെ ആ സാത്വികനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഗായത്രി ജപിക്കാന് അർഹതയുള്ളൂ. അപ്പം വൈദിക സംസ്കൃതിയിൽ ഏറ്റവും പ്രധാനമാണ് എന്ത്? ഗായത്രി മന്ത്രം. അത് ശബ്ദാവതാരമാണ്. ഭഗവാന്റെ ശബ്ദാവതാരമായിട്ടാണ് ഗായത്രി മന്ത്രത്തെ കണക്കാക്കുന്നത്. അത് ബ്രഹ്മാവ് ഉപദേശിച്ചതാണ്. ബ്രഹ്മാവിൽ നിന്ന് ഗുരുശിഷ്യ പരമ്പരയായിട്ട് കിട്ടിയതാണ് ഈ ഗായത്രി മന്ത്രം. അതുപോലെ തന്നെ വസന്തകാലം, നമുക്ക് നവംബർ ഡിസംബർ കാലം എന്ന് പറയുന്നത് ധാന്യങ്ങളൊക്കെ വിളഞ്ഞ് കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ അത് തന്നെയല്ല, പ്രകൃതിയിൽ നിറയെ പുഷ്പിച്ചിരിക്കും, ധാരാളം പൂക്കള് ഫലങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമാണ് ഈ വസന്തകാലം എന്ന് പറയുന്നത്. അപ്പം ജനങ്ങൾ പൊതുവെ ഒരു സ്വാഭാവികമായിട്ട് അവർക്കൊരു സന്തോഷം കൈവരുന്ന കാലമാണ് ഈ നവംബർ ഡിസംബർ മാസം എന്ന് പറയുന്നത്. അതായത് ചൂടിനും തണുപ്പും ഉണ്ടാവും, എന്നാൽ ചൂടും ഉണ്ടാവും. എല്ലാം എന്താ പറയുക, ഒരു സമതുലിത അവസ്ഥയില് മുന്നോട്ട് പോകുന്ന കാലമാണ് നവംബർ ഡിസംബർ. അതുകൊണ്ടാണ് അത് വസന്തകാലം എന്നറിയപ്പെടുന്നത്. ആ വസന്തകാലവും ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ ലീലകൾ ധാരാളം ഈ വസന്തകാലത്ത് നടന്നിട്ടുണ്ട്. അപ്പം ഋതുക്കളിൽ വെച്ചിട്ട് ഏറ്റവും ആനന്ദകരവും അതുപോലെ തന്നെ ഭഗവാന്റെ പ്രാതിനിധ്യം ഉള്ളതുമാണ് വസന്തകാലം എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നു, വഞ്ചകരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാണ് എന്ന്. നമുക്കറിയാം ഭഗവാനെ വഞ്ചിക്കാൻ ആർക്കും സാധിക്കില്ല. ഏറ്റവും വലിയ കള്ളനാണ് ആര്? ഭഗവാൻ, ഇല്ലേ? അങ്ങനെയുള്ള കള്ളനെ പറ്റിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ ശക്തരുടെ കരുത്ത്, ആ ശക്തി എന്ന് പറയുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. ഇനിയിപ്പൊ ഈ വഞ്ചന എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും മുഖ്യം ചൂതുകളിയാണ്, അല്ലേ? അതുകൊണ്ടാണ് ചൂതുകളി എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. പരമപുരുഷനായ കൃഷ്ണന് മറ്റാരേക്കാളും വഞ്ചകനാകാന് കഴിയും. ഭഗവാനെ വഞ്ചിക്കണമെന്നുണ്ടെങ്കിൽ അത് നടക്കുമോ? ഒരിക്കലും നടക്കില്ല. ഭഗവാന്റെ മഹത്വം എന്ന് പറയുന്നത് അത് ഭഗവാൻ സർവ്വവ്യാപിയാണ്. അങ്ങനെയുള്ള സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ പറ്റിക്കാൻ ആർക്കും സാധിക്കില്ല. അതുപോലെ തന്നെ വിജയം എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ തേജസ്വികളുടെ ആ തേജസ്, സൗന്ദര്യം എന്ന് പറയുന്നതും ഭഗവാനാണ്. അതുപോലെ തന്നെ ഉദ്യമികളിൽ വെച്ചിട്ട് മഹോദ്യമി, അധ്വാനിക്കുന്നവരിലെ അധ്വാനം എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ സാഹസികളുടെ, സാഹസ പ്രവൃത്തികൾ ചെയ്യുന്നവരിലെ സാഹസി, നമുക്കറിയാം ഭഗവാന് 6 ദിവസം പ്രായമുള്ളപ്പോഴാണ് പൂതനയെ വരിച്ചത്. ഏതെങ്കിലും ഒരു കുഞ്ഞിന് സാധിക്കുമോ അത്? അതുപോലെ തന്നെ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തി. എത്ര അസുരന്മാരെയാണ് ഭഗവാൻ കുട്ടിയായിരിക്കുമ്പോൾ വധിച്ചത്? ഇതൊക്കെ അമാനുഷിക പ്രവൃത്തികളാണ്. ഇങ്ങനെയുള്ള സാഹസങ്ങൾ ചെയ്യാന് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്
ആ സാഹസം ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നത്. അതുപോലെ ശക്തരിൽ വെച്ചിട്ട് ശക്തിമാൻ, ഏറ്റവും കൂടുതൽ ശക്തി ആർക്കാണ്? ഭഗവാൻ തന്നെയാണ്. ആ ശക്തിയും ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത്. ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ശക്തി കൊണ്ട് ഒരു കാര്യത്തിലും ഭഗവാനെ തോൽപ്പിക്കാൻ തക്ക കരുത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാല് ഭഗവാന് ശ്രേഷ്ഠനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന് തുല്യനായിട്ടോ ഭഗവാൻ ഉപരിയായിട്ടോ ആരും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പരമദിവ്യാത്മ പുരുഷൻ അല്ലെങ്കിൽ പരമസത്യമായിട്ട് ഭഗവാന് അറിയപ്പെടുന്നത്. ഇനി പറയുന്നത് എന്താണ്? വൃഷ്ണികുലത്തിലെ വാസുദേവൻ, അതുപോലെ പാണ്ഡവരിലെ അർജുനൻ, മുനികളിലെ വ്യാസൻ, ചിന്തകരിലെ ഉശനാകവി, ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ആദ്യ കുമാരനായ ഭഗവാനാണ് കൃഷ്ണൻ. ബലരാമൻ കൃഷ്ണന്റെ അടുത്ത രൂപവിസ്തരണം. എന്തുകൊണ്ടാണ് കൃഷ്ണന്റെ ഏറ്റവും അടുത്ത വിസ്തരണം ബലരാമനായിട്ട് കണക്കാക്കുന്നത്? അത് നമുക്കറിയാം. ബലരാമനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്, ഇല്ലേ? ഭഗവാന്റെ പ്രഥമ വിസ്തരണം ബലരാമനിൽ നിന്ന് പ്രഥമ ചതുർവ്യൂഹങ്ങൾ, ഇല്ലേ? അതിലെ മഹാസംഘർഷനിൽ നിന്ന് വീണ്ടും മഹാവിഷ്ണു, ഇല്ലേ? മഹാവിഷ്ണുവിൽ നിന്ന് വീണ്ടും ചതുർവ്യൂഹങ്ങള്, പിന്നെ 3 പുരുഷാവതാരങ്ങള്, എല്ലാം തന്നെ ബലരാമനിൽ. ഇതിന്റെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത് ബലരാമൻ. ആ ബലരാമനും ആരിൽ നിന്നാണ് വന്നത്? ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഏറ്റവും അടുത്ത രൂപവിസ്തരണമായിട്ട് ബലരാമനെ കണക്കാക്കുന്നത്. ബലരാമനും കൃഷ്ണനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ലീലകളില് നിറത്തിലൊക്കെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവര് രണ്ടുപേരും വസുദേവ പുത്രരായിട്ടാണ് പിറഞ്ചനിച്ചത്. അതുകൊണ്ട് രണ്ടുപേരെയും വാസുദേവൻ എന്ന് പറയാം. കൃഷ്ണനെയും പറയാം, ബലരാമനെയും വാസുദേവനായിട്ട് തന്നെ കണക്കാക്കാം. ഇവിടെ പ്രഭുപാദര് പറയുന്നുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കലും വൃന്ദാവനം വിട്ടുപോവില്ല. കൃഷ്ണൻ വൃന്ദാവനത്തിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് സംശയം വരും, മധുരയിലെ ലീലകൾ നടത്തി, ദ്വാരകയിലെ ലീലകൾ നടത്തി, ഇതൊക്കെ കൃഷ്ണൻ തന്നെയല്ലേ എന്ന്. ഇതൊക്കെ ഭഗവാന്റെ വിഭൂതികളാണ്. വൃന്ദാവന കൃഷ്ണൻ ഒരിക്കലും വൃന്ദാവനം വിട്ട് പുറത്തേക്ക് പോവുകയില്ല. ഭഗവാന്റെ രൂപവിസ്തരണങ്ങളാണ് ഈ ലീലകളൊക്കെ നടത്തിയിരിക്കുന്നത്. എല്ലാ അവതാരങ്ങളുടെയും ആദ്യ മൂലം എന്ന് പറയുന്നത് ആരാണ്? ബലരാമനാണ്. അപ്പൊ ഇങ്ങനെ അടുത്ത രൂപവിസ്തരണങ്ങളെയാണ് സ്വാംശങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ വിഭിന്നാംശങ്ങൾ എന്ന വിസ്തരണങ്ങളും ഉണ്ട് ഭഗവാന്. അതുപോലെ തന്നെ പാണ്ഡവരിൽ ശ്രേഷ്ഠനാണ് അർജുനൻ. ആ അർജുനനും ഭഗവാന്റെ തന്നെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കുന്നത്. അർജുനൻ ഉത്തമ പുരുഷനാണ്, അതുകൊണ്ടാണ് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ വൈദിക ജ്ഞാനത്തിൽ വേണ്ടത്ര പാണ്ഡിത്യം നേടിയ മുനികളിലെ ശ്രേഷ്ഠൻ ആരാണ്? നമുക്കറിയാം, വേദവ്യാസനാണ്, അല്ലേ? ആ വേദവ്യാസനും ഭഗവാന്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. ഭഗവാന്റെ അംശാവതാരമായിട്ടാണ് വേദവ്യാസനെ കണക്കാക്കുന്നത്. ഭഗവാന്റെ പ്രതിനിധിയാണ്. അതുപോലെ തന്നെ കവികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് വിഷയം കിട്ടിയാലും അതേ പറ്റി അവർക്ക് അഗാധമായിട്ട് ചിന്തിച്ച് കവിത എഴുതാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം അങ്ങനെയുള്ള കവികളിലെ ഏറ്റവും ശ്രേഷ്ഠനാണ് അസുര ഗുരുവായ ശുക്രാചാര്യർ. അതാണ് ഉശനസ് എന്ന് പറയുന്നത്. ഉശനസ് എന്ന ശുക്രാചാര്യരുടെ പേരാണ്. ആ ശുക്രാചാര്യരും ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും ബുദ്ധിശാലിയായിരുന്നു, ദൂരദർശിയുമായിട്ടുള്ള രാജതന്ത്രജ്ഞൻ. നമുക്കറിയാം, കൗരവരെ ഇങ്ങനെ പാട്ടിലാക്കിയത് മുഴുവൻ ആരാണ്? ശുക്രാചാര്യരാണ്, ഇല്ലേ? അതുപോലെ തന്നെ ഭഗവത് ഐശ്വര്യത്തിന്റെ മറ്റൊരു പ്രതിനിധിയാണ് ആര്യ ശുക്രാചാര്യർ എന്ന് പറയുന്നത്. അതുപോലെ നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിലെ ശിക്ഷ എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കും, ഇല്ലേ? ആ ശിക്ഷ എന്ന് പറയുന്നതും ഭഗവാന്റെ പ്രതിനിധിയാണ്. അതുപോലെ തന്നെ വിജയം ആഗ്രഹിക്കുന്നവരുടെ നീതി, അതായത് നേരായ മാർഗത്തിൽ കൂടി വിജയം കൈവരിക്കുക, ആ നീതി എന്ന് പറയുന്നതും ഭഗവാന്റെ പ്രതിനിധിയാണ്. അതുപോലെ തന്നെ മൗനം, അനാവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക, അതാണ് മൗനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള സംസാരം ഒഴിവാക്കുക. അങ്ങനെയുള്ള മൗനം ആരാണ്? ഭഗവാന്റെ പ്രതിനിധികളാണ്. അതുപോലെ തന്നെ ജ്ഞാനം, അറിവ്, ജ്ഞാനികളുടെ ജ്ഞാനം എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്.
അപ്പം ദുഷ്കൃതികളെ അടിച്ചമർത്താൻ പലതരത്തിലുള്ള ഉപാധികളുണ്ട്. അതില് അവരെ ശിക്ഷിക്കുക, ദണ്ഡനം, അധർമ്മികൾക്കെതിരെയുള്ള ശിക്ഷാ നിർവഹണം ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം ഇച്ഛിക്കുന്നവരില് നീതിക്കാണ് പ്രാധാന്യം. സത്യവും നീതിയും നമ്മൾ പറയില്ലേ, ആ നീതി സത്യം ആരാണ്? ഭഗവാന്റെ പ്രതിനിധികളാണ്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാതുകൊണ്ട് കേൾക്കുക, കേട്ടിട്ട് നമ്മളുടെ ബുദ്ധിയിലിട്ട് അതിനെ ചിന്തിച്ച് നമ്മൾ മനനം ചെയ്യുക. മനനം ചെയ്തിട്ട് അതിന്റെ ആ ഉൾക്കാമ്പ്, അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ മനസ്സിലാക്കി എടുക്കുക, പിന്നെ ധ്യാനിക്കുക. ഇതെല്ലാം തന്നെ ഭഗവാന്റെ പ്രതിനിധികളാണ്. അപ്പം ശ്രവണം, മനനം, ധ്യാനം ഇത് അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മൗനമാണ്. അപ്പം ആ മൗനം പാലിച്ചു കഴിഞ്ഞാല് നമുക്ക് അതിവേഗം പുരോഗമിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ മൗനം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുക എന്നല്ല, അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മൗനം നമ്മളെ സംസാര നിയന്ത്രണം, വാക്കിനെ നമ്മളെ നിയന്ത്രിച്ചു കഴിഞ്ഞാല് നമുക്ക് പുരോഗമിക്കാന് സാധിക്കും. അങ്ങനെയുള്ള ആ മൗനം എന്ന് പറയുന്നതും ഭഗവാന്റെ പ്രതിനിധിയാണ്. അതുപോലെ തന്നെ മാറ്റർ സ്പിരിറ്റ്, ഭൗതിക പദാർത്ഥവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് മനസ്സിലാക്കുന്ന ഒരാള് ജ്ഞാനിയാണ്. അതായത് ആത്മാവിന് നാശമില്ല, ആത്മാവ് എറ്റേണലാണ്, ശരീരം നശിക്കുന്നതാണ്. അപ്പം ആത്മാവും ശരീരം ജഡപദാർത്ഥമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്ന ആ ജ്ഞാനിയുടെ ജ്ഞാനം എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ പ്രതിനിധിയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഭഗവാൻ പറയുകയാണ്, അങ്ങനെ നോക്കിയാൽ എല്ലാം നമ്മളുടെ മുൻപിൽ നമ്മൾ കാണുന്നതൊക്കെ ഭഗവാന്റെ പ്രതിനിധികളാണ്, ഭഗവാന്റെ ശക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ത് കണ്ടാലും, എന്ത് സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെ കണ്ടാലും നമ്മൾ അപ്പൊ ഓർമ്മിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്. ഭഗവാന്റെ വൈഭവമാണ്, ഭഗവാന്റെ വിഭൂതിയാണ് ഇതെന്നാണ് നമ്മൾ ഉടനടി നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഭഗവാനെയാണ് നമ്മളത് ഉടനെ നമ്മൾ സ്മരിക്കേണ്ടത്. സർവഭൂതങ്ങളുടെയും ആദ്യ ബീജമാണ് ഞാൻ, എല്ലാത്തിന്റെയും പിതാവാണ് ഭഗവാൻ. നമ്മൾ മുൻപ് കണ്ടു, അഹം ബീജ പ്രജാപിത, ഞാൻ പിതാവാണ് എല്ലാത്തിന്റെയും എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ ചരാചരങ്ങളുടെയും ആദ്യ ബീജം ആരാണ്? ഭഗവാനാണ്. ഭഗവാനെ കൂടാതെ ഒന്നിനും നിലനിൽക്കാന് സാധിക്കില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആവിർഭാവത്തിന്റെ ബീജമായിട്ട് ഭഗവാനെ കണക്കാക്കുന്നത്. അത് തന്നെയുമല്ല, ഭഗവാന്റെ ശക്തി ഇല്ലെങ്കിൽ ഒന്നിനും നമുക്കും ആർക്കും തന്നെ നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഭഗവാനെ ശക്തിമാനായിട്ട് കണക്കാക്കുന്നത്, സർവശക്തനായിട്ട് കണക്കാക്കുന്നത്. ആ ഭഗവാന്റെ ശക്തിയിൽ ഉറച്ചു നിൽക്കുന്നില്ല എങ്കില് മായയിൽപ്പെടും. നമ്മൾ മായയിൽപ്പെട്ടവരായിട്ടാണ്. അതുകൊണ്ടാണ് ബദ്ധാത്മാക്കളെ മായയുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഭഗവാന്റെ വഴിയിൽ വന്നു കഴിഞ്ഞാല് ദൈവീഹേഷ ഗുണമയി മമ്മമായ ദുരത്യേയ മാമേവമേ പ്രപത്യന്റെ മായാമേതാം തരന്തിരെ. നമ്മൾ ഭഗവാനെ പരിപൂർണമായിട്ട് സമർപ്പിതരായി കഴിഞ്ഞാൽ ഒരു തരത്തിലും മായയ്ക്ക് നമ്മളെ ഉപദ്രവിക്കാന് സാധിക്കില്ല. അപ്പൊ മായ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇല്ലാത്ത ഒന്നിനെ ഉള്ളതായിട്ട് സങ്കല്പിക്കുക, അതാണ് ഇല്യൂഷൻ, അതാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാന് ഒരുവിധം ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച്, അതായത് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന വിഭൂതികളെ കുറിച്ചൊക്കെ അർജുനനോട് പറഞ്ഞു കൊടുത്തു. ഹേ ശത്രുക്കളെ ജയിക്കുന്നവനെ എന്നാണ് അർജുനനെ സംബോധന ചെയ്യുന്നത്. പരംതപ എന്നാണ്. പരംതപ പറഞ്ഞാല് ശത്രുക്കളെ ജയിക്കുന്നവനെ. എന്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ്. അപ്പം നമ്മൾ ഇത്രയും വിഭൂതികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മൾ ആരും ഒന്നുമല്ല. നമുക്ക് ഇതിലെ ഒരു പൂവിനെ പോലെ അല്ലെങ്കിൽ ഒരു പുല്ലിനെ പോലും നമുക്ക് സൃഷ്ടിക്കാനുള്ള കഴിവില്ല. ഭഗവാന്റെ സൃഷ്ടി പോലെ നമുക്ക് ഉണ്ടാക്കാം. ക്ലോണിങ് വഴിയൊക്കെ ഇപ്പൊ എല്ലാവരും ബഡ്ഡിങ് ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഭഗവാന്റെ സൃഷ്ടി പോലെ ആവുന്നുണ്ടോ? അത് ഒരിക്കലുമില്ല. അപ്പൊ ഭഗവാന്റെ വിഭൂതികളുടെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മൾ അങ്ങേയറ്റം വിനയമുള്ളവരായി തീരും. അപ്പൊ ഭഗവാന്റെ മുൻപില് നമ്മൾ ആരും ഒന്നുമല്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വരും. ഇതൊക്കെ പറയുന്നുണ്ട് ഭഗവാൻ. എന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു ചെറിയ സൂചന മാത്രമേ ഞാൻ നിനക്ക് തന്നിട്ടുള്ളൂ. ഇനിയുമുണ്ട് എന്റെ വിഭൂതികൾ. അതേക്കുറിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് നമ്മെ പോലുള്ള ബദ്ധാത്മാക്കൾക്ക് ഇല്ല. അതുകൊണ്ടാണ്
വളരെ കുറച്ച് വിഭൂതികളെ കുറിച്ച് ഭഗവാൻ ഈ അധ്യായത്തില് പറഞ്ഞിരിക്കുന്നത്. വൈദിക സാഹിത്യങ്ങൾ പറയുന്നത് പോലെ ഭഗവാന്റെ വിഭൂതികളും ശക്തിവിശേഷങ്ങളും പലതരത്തിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ആ വിഭൂതികളൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. അർജുനന്റെ ആ ജിജ്ഞാസ, അർജുനൻ ചോദിച്ചു, ഇല്ലേ, അങ്ങയുടെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചത് കൊണ്ട് ഇത്രയും വളരെ കുറച്ച് വിഭൂതികളെ കുറിച്ച് മാത്രമാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഈ നമ്മുടെ ചുറ്റുപാട് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ സൃഷ്ടിയിൽ കാണുന്ന മനോഹരമായിട്ടുള്ള അതിമഹത്തായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടാലോ ഒരു വസ്തുവിനെ കണ്ടാലോ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഭഗവാന്റെ സൃഷ്ടി എത്ര മികച്ചതാണ് എന്ന, ഭഗവാന്റെ വിഭൂതി എത്ര പ്രധാനമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ വസ്തുവിലെ ഭഗവാന്റെ വിഭൂതിയാണ്. ആ വിഭൂതിയെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. അതിനെന്ത് വേണം? നമ്മൾ എപ്പോഴും ഭഗവത് സ്മരണ നിലനിർത്തണം. സ്മർത്തവ്യം സതതം വിഷ്ണു, വിസ്മർത്തവ്യം ന ജാതുജിത്. ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. എപ്പോഴും ഭഗവത് സ്മരണയിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ഏതിനെയും ഒരു ഭംഗിയുള്ള ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ കണ്ടാൽ അപ്പം ഭഗവാന്റെ സ്മരണ വരികയുള്ളൂ. അപ്പൊ അതിന് നമ്മൾ പരിശ്രമിക്കണം. എല്ലാം ഭഗവാന്റെ ആ തേജസ്സിൽ നിന്ന് വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ആധ്യാത്മിക ലോകത്തിലായാലും ഭൗതിക ലോകത്തിലായാലും തേജസ്സുറ്റതും സുന്ദരവും ഐശ്വര്യപൂർണമായിട്ടുള്ളത് എന്തും ഭഗവാന്റെ വിഭൂതിയുടെ ആവിഷ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭഗവാന്റെ അസാമാന്യമായിട്ട് ഐശ്വര്യം കാണുന്നത്, സൗന്ദര്യം കാണുന്നതൊക്കെ ഭഗവാന്റെ വിഭൂതികളായിട്ട് കണക്കാക്കണം. അപ്പം അർജുനനോട് ഭഗവാൻ പറയുകയാണ്, ഇതെല്ലാം വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തു വേണം, നിനക്കത് മനസ്സിലാക്കിയെടുക്കാൻ. അർജുനനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നെങ്കിലും നമ്മെ പോലുള്ള ബദ്ധാത്മാക്കളെ, നമ്മെ പോലുള്ള പതിതാത്മാക്കളെ ഉദ്ദേശിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ പരിമിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന്റെ കൂടുതൽ വിഭൂതികളെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ വിഭൂതികളിൽ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ഭഗവാന്റെ വിഭൂതികളിൽ ഒരു ചെറിയ അംശം മാത്രമാണ്. ആ ഒരു ചെറിയ അംശം കൊണ്ട് ഇത്ര വലിയ പ്രപഞ്ചത്തെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ ഭഗവാന്റെ ശരിയായിട്ടുള്ള ആ വിഭൂതി എത്രയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, നമ്മളുടെ എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യം, അതും ഭഗവാന്റെ മഹത്തായിട്ടുള്ള വിഭൂതിയാണ് എന്ന്. എല്ലാം വെവ്വേറെ ഐശ്വര്യത്തോടുകൂടി നിലനിൽക്കുന്നത് എങ്ങനെയാണ് എന്നൊരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാല് ഇതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല എന്ന വ്യക്തിക്ക് മനസ്സിലാകുമെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. ഇതെല്ലാം ഭഗവാന്റേതാണ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മളുടേതായിട്ട് ഒന്നുമില്ല. ഭഗവാന്റെ വിഭൂതിയുടെ ഒരു ചെറിയ പ്രകാശനം മാത്രമാണ് ഈ സൃഷ്ടിയിൽ നമ്മൾ കാണുന്നത്. അതായത് ഏറ്റവും വലിയ ജീവസത്തയായ ബ്രഹ്മാവ് മുതല് ഏറ്റവും ചെറിയ ഒരു നെയ്യുറുമ്പ് വരെ ആ ജീവാത്മാവിനെ പുലർത്തുന്നത് നമ്മളുടെ ആ എല്ലാവരിലും കാണപ്പെടുന്ന ആ പരമാത്മ ചൈതന്യമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാം. മായാവാദികൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനെ കൃഷ്ണനെ മാത്രം ആരാധിക്കുന്നത്, ശിവനില്ലേ, ഭഗവതിയില്ലേ, അവരൊക്കെ ദൈവങ്ങളല്ലേ എന്ന്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഭഗവാൻ എവിടെ നിൽക്കുന്നു, മറ്റുള്ള ദേവീ ദേവന്മാർ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും, ഇല്ലേ? ഭഗവാൻ തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ. ഇവിടെ ആരും പറയുന്നില്ല, ശ്രീല പ്രഭുപാദന് പറഞ്ഞാൽ ഇതൊക്കെ ഇന്ന ദേവന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അംശമാണ്, ഭഗവതിയുടെ തേജസ്സിന്റെ ഒരു പ്രകാശം മാത്രമാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് കൃഷ്ണന്റേതാണ്. കൃഷ്ണന്റെ ആ ശക്തിയുടെ, തേജസ്സിന്റെ, വിഭൂതിയുടെ ഒരു അംശം മാത്രമാണ് ഈ സൃഷ്ടിയിൽ വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഭഗവാനാണ് സർവവ്യാപി, ഭഗവാനാണ് പരമസത്യം എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ എല്ലാത്തിന്റെയും ഉത്ഭവം, എല്ലാം ചെന്ന് ചേരുന്നതും ഭഗവാനിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനോട് കിടന്നിൽക്കാന് ആർക്കും സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ദേവന്മാരോട് തുല്യമായിട്ട് കാണുന്നവരെ അവിശ്വാസികളായി തീരുമെന്ന് പത്മപുരാണത്തില് പറയുന്നുണ്ട്. അപ്പം ഭഗവാന്റെ ഭാഗിക പ്രതിനിധിയും സർവ അന്തര്യാമിയുമായിട്ടല്ല, എല്ലാവരുടെയും ഉള്ളിൽ കാണപ്പെടുന്ന പരമാത്മാവിന്റെ രൂപത്തില് ഭഗവാൻ സർവവ്യാപിയായിട്ട് നിലകൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരും എന്താ ചെയ്യേണ്ടത്?
കൃഷ്ണാവബോധത്തിൽ വന്നിട്ട് ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ കൂടി മുന്നോട്ട് പോയിട്ട് ആ അതീന്ദ്രിയ അവസ്ഥയിൽ ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇതാണ് ശരിയായിട്ടുള്ള ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. ഭഗവാനുമായിട്ട് നമ്മൾ ഭക്തിപൂർവമായിട്ട് എങ്ങനെ നമുക്ക് സമ്പർക്കം നേടിയെടുക്കാം എന്ന് നമ്മൾ ഈ അധ്യായത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി. ഭഗവാന്റെ വിഭൂതികളാണ് ഈ സൃഷ്ടിയിൽ ഉടനീളം കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭഗവാന് സേവനം ചെയ്തു കഴിഞ്ഞാല് നമ്മൾ ഭഗവാനുമായിട്ടുള്ള നിത്യബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ബലദേവ വിദ്യാഭൂഷൺ എന്ന മഹാചാര്യന്റെ ആ ടീക്കയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഭഗവാന്റെ മഹാവിഭൂതിയിൽ നിന്നാണ് സൂര്യന് പോലും പ്രകാശം, തേജസ് കിട്ടുന്നത്. ഭഗവാന്റെ ഒരംശം കൊണ്ടാണ് ഭഗവാന്റെ ശക്തിയുടെ ഒരംശം കൊണ്ടാണ് ഈ സൃഷ്ടി മുഴുവൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ആരാധിക്കേണ്ടതെന്ന് നമ്മളുടെ മഹത്തായ ആചാര്യനായ ബലദേവ വിദ്യാഭൂഷണും ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. അങ്ങനെ 10ാമത്തെ അധ്യായമായ വിഭൂതി യോഗം ഇവിടെ സമാപിക്കുകയാണ്. ഇനി അടുത്തത് 11. അപ്പൊ ഇതിനാസ്പദമായിട്ടുള്ള കഥ അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത അധ്യായവും അടുത്ത ക്ലാസ്സിൽ തുടങ്ങും. ഈ അധ്യായത്തിലെ ശ്ലോകങ്ങള് നമ്മൾ ആപത്ഘട്ടങ്ങളിൽ ഇത് ചൊല്ലിയാല് നമുക്ക് ആപത്ഘട്ടത്തെ നേരിടാനുള്ള ഒരു കഴിവ് കിട്ടും എന്നാണ് പറയുന്നത്. ഈ 10ാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും വന്നാട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എന്റെ പ്രണാമം മാതാജി. ക്ലാസ് ഗംഭീരമായിരുന്നു. ഹരേ കൃഷ്ണ. ഓൾ ഗ്ലോറീസ് ടു ഗുരുവൻ ഗൗരിംഗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഒരു സംശയം, അതായത് ഇത് മദ്യപാനികളുടെ മദ്യപ ആസക്തിയും ഭഗവാൻ കൊടുക്കുന്നതാണ്. അവസാനം അവർക്ക് ഇന്ദ്രന്റെ ആ രാജധാനിയെ പോയിട്ട് കുടിക്കാനുള്ള ചാൻസ് കിട്ടുമെന്ന് ചില കുടിയന്മാർ അത് ന്യായീകരിച്ച് പറയുന്നുണ്ട്. അതിൽ സത്യമുണ്ടോ മാതാജി? അത് പറയുന്നത് എന്താന്ന് വെച്ചാല് സോമരസം. സ്വർഗലോകത്തില് ഇപ്പൊ നമുക്കറിയാം യാഗം നടത്തുമ്പോൾ അവിടെ സോമരസം അവരുണ്ടാക്കുന്നുണ്ട്. സോമരസം ഉണ്ടാക്കുന്നത് സോമലത എന്ന് പറയുന്ന ചെടിയുടെ ആ നീരെടുത്തിട്ടാണ് യാഗത്തിലൊക്കെ സോമരസം ഉണ്ടാക്കി അവര് യാഗത്തിന് ഉപയോഗിക്കും. ഈ സോമരസം ദേവലോകത്തില് അവര് ദേവന്മാര് കുടിക്കുന്നതാണ്. ആ സോമരസത്തെയാണ് ഇവിടെ ഭൗതിക ലോകത്തിലുള്ള നമ്മളൊക്കെ മദ്യമായിട്ട് കണക്കാക്കുന്നത്. അത് മദ്യമല്ല. അത് സോമരസം അവർക്കൊരു ഉന്മേഷം കൊടുക്കുന്നതാണ് സോമരസം. അവരുടെ ആരോഗ്യം, സൗന്ദര്യം ഇതൊക്കെ നിലനിർത്തുന്നതാണ് സോമരസം. അത് ദിവ്യമാണ്. മദ്യം ദിവ്യമാണോ? അല്ല, അത് വിഷമാണ്. പിന്നെ അതുകൂടാതെ ബലരാമൻ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബലരാമൻ മദ്യപിച്ചിരുന്നു. ബലരാമൻ കുടിച്ചിരുന്നത് വാരുണിയാണ്. വാരുണി ഈ പറഞ്ഞ പോലെ നമ്മള് ബലരാമ ജയന്തിക്ക് വാരുണി ഉണ്ടാക്കാറുണ്ട്. അത് ചില പ്രത്യേക സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പഞ്ചസാരയും ചേർത്തിട്ടാണ് വാരുണി ഉണ്ടാക്കുന്നത്. അത് മദ്യമല്ലാതെ വാരുണിയാണ്. ഇപ്പൊ എന്തെങ്കിലും മധുരമുള്ള സാധനം, ഇപ്പൊ ജിലേബി നമ്മൾ കൂടുതൽ കഴിച്ചാൽ നമുക്ക് മത്ത് പിടിക്കും, ഇല്ലേ? മധുരമുള്ള വസ്തുക്കള് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മത്ത് പിടിക്കും. അതുപോലെ വാരുണി കുടിച്ച് ബലരാമൻ ഉന്മത്തനായി. അല്ലാണ്ട് ബലരാമൻ മദ്യം കുടിച്ചതല്ല, മദ്യമല്ല അത്. അത് ലഹരിയുണ്ട്, പക്ഷെ എന്ന് വെച്ചാൽ മദ്യത്തിന്റെ ലഹരി അല്ല അത്. അപ്പൊ ഇത് ഇവിടെ കൃഷ്ണാട്ടം, തിരുവമ്പാടി അമ്പലത്തിൽ കൃഷ്ണാട്ടം കാണാനിടയായി. അപ്പൊ അതില് ഒരു ചെത്തുകാരൻ മദ്യം കൊടുക്കുന്നു. അപ്പം രേവതി മുതലായ ഭാര്യമാരുടെ അദ്ദേഹം കീഴ ചെയ്യുന്നു. ആ സമയം അദ്ദേഹം കുടിച്ചിട്ട് ഇങ്ങനെ മത്തനാവുകയും ആ സമയത്ത് അസുരൻ വരുന്നു. ആ അസുരൻ ഈ ബാക്കിയുള്ള മദ്യം കുടിച്ചിട്ട് ഈ ഭാര്യമാരെ ശല്യം ചെയ്യുന്നു. അങ്ങനെ ബലരാമൻ ഉണർന്നിട്ട് അദ്ദേഹത്തെ കൊല്ലുന്നതായിട്ടൊരു കഥ ഞാൻ കണ്ടു. അപ്പൊ അത് നമ്മളൊക്കെ ബദ്ധാത്മാക്കളാണ്, പതിതാത്മാക്കളാണ്. നമ്മളുടെ ബുദ്ധിക്ക് അങ്ങനെ തോന്നുള്ളൂ. അത് മദ്യമല്ല, അത് വാരുണ്യാണ്. വാരുണ്യാണ് ബലരാമൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വാരുണ്യാണ് ബലരാമൻ കുടിക്കുന്നത്. വാരുണി പ്രത്യേക തരത്തിലുള്ള അത് ലഹരിയാണ്, പക്ഷെ മദ്യത്തിന്റെ ആ ലഹരി അല്ലാതെ. അത് തെറ്റിദ്ധാരണയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, അത് കൃഷ്ണനാട്ടം ഗുരുവായൂർ ആണോ നടന്നത്? അല്ല, ഗുരുവായൂർ രാത്രിയാണ്. അപ്പൊ ഞാൻ തിരുവമ്പാടി കഴിഞ്ഞ അങ്ങേ മാസം ഉണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ കാണിക്കുന്നത് ഒരു ചെത്തുകാരന്റെ വേഷത്തിൽ വന്നിട്ട് അവരുപയോഗിക്കുന്ന കണക്കുള്ള പാത്രത്തിൽ കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ കുടത്തിൽ കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹം കുടിക്കുന്നു. അപ്പൊ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും,
ഇദ്ദേഹം കുടിച്ചത് ഈ സാധാരണ നമ്മളെ ഭൗതിക ആ, ആ, ലോകത്ത് കാണുന്ന ആ രീതിയിൽ തന്നെയാണ് അവർ അവതരിപ്പിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായി. അപ്പൊ ഈ ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ, ബലരാമൻ ഒറ്റയ്ക്ക് വൃന്ദാവനത്തിൽ വന്ന് ഗോപികമാരുമായിട്ട് ലീലകൾ ഏർപ്പെടുന്ന സമയത്ത് ബലരാമൻ വാരുണി കുടിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, വാരുണി കുടിച്ച് പിന്നെ ഇവര് യമുനയിൽ ഇറങ്ങി ലീലകൾ നടത്തുന്നു. പിന്നീട് ഒരിക്കൽ യമുന നദിയെ വിളിച്ചിട്ട് വരാഞ്ഞിട്ട് ബലരാമൻ കലപ്പ കൊണ്ട് നിലത്തെ ശക്തമായിട്ട് വലിക്കും. അപ്പൊ യമുന പ്രത്യക്ഷപ്പെടും ബലരാമന്റെ മുന്നിൽ. ഇതൊക്കെ വാരുണി കുടിച്ചിട്ടാണ്. വാരുണി എന്ന് പറഞ്ഞാൽ ലഹരിയുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലഹരി അല്ലാതെ. ഓക്കെ മാതാജി, ക്ലിയർ ആയി മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നേരിട്ടെടുക്കുന്നതെന്ന് പറയുന്നത് ദോഷമുള്ളല്ലോ. അതിനകത്ത് എന്തെങ്കിലും ഇത് മനുഷ്യനായിട്ട് കലർത്തുമ്പോഴല്ലേ അത് വിഷം ഇതാകുന്നത്. തെങ്ങിൽ നിന്ന് എടുക്കുന്ന നമ്മൾ ഇതുപോലെ കിട്ടുന്നത് തന്നെയല്ലേ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ലേ. അപ്പൊ അത് ഉപയോഗിക്കുന്നതായിരിക്കും അത്. ഹരേ കൃഷ്ണ. എനിക്ക് വ്യക്തമായില്ല മാതാജി, ക്ലിയർ ആയില്ല. ഇടയ്ക്ക് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു. മാതാജി, തെങ്ങിൽ നിന്ന് നേരിട്ട് വരുമ്പോഴേ അതിൽ വിഷമില്ലല്ലോ. അതൊരു പ്രകൃതിദത്തമായ സാധനമല്ലേ. അതിൽ മനുഷ്യൻ കലർത്തുമ്പോഴല്ലേ വിഷമാകുന്നത്. മനുഷ്യൻ അതെ. അപ്പൊ അതൊരു തെറ്റായ രീതിയിലായിരിക്കത്തില്ല അതിനെ പ്രതിപാദിച്ചത്. ചെത്തുകാരൻ എന്ന് പറയുമ്പോൾ തെങ്ങിൽ നിന്ന് നേരിട്ടെടുത്ത സാധനമാണ്. അപ്പൊ അതിനൊരു മത്തുണ്ട്, ലഹരി ഉണ്ട്, അത്രേ ഉള്ളൂ അതിൽ. അതായിരിക്കാം ഉദ്ദേശിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വന്നിട്ടുള്ള അമീനകുമാരി മാതാജി എന്തോ പറയാമോ മാതാജി? അപ്പോ ഈ 33 ദേവതകളും ഭഗവാന്റെ പ്രതിനിധികളായിട്ടാണ് നമ്മൾ കാണാനുള്ളത് അല്ലേ? അതെ, അവര് ഭഗവാന്റെ സേവകരാണ്. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് സൃഷ്ടിയിൽ അവർക്ക് ഓരോ ജോലികളുണ്ട്. അതായത് ഇപ്പം പ്രൈം മിനിസ്റ്ററിന്റെ കീഴിൽ എത്ര മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെയാണ് ഭഗവാന്റെ കീഴില് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഹരേ കൃഷ്ണ 33 ദേവി ദേവന്മാരും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഈ മഹാദേവൻ മാതാജി ഹരേ കൃഷ്ണ. മാതാജി മഹാദേവനും പ്രതിനിധിയാണോ? മഹാദേവൻ പ്രതിനിധിയാണ്. ഭഗവാന്റെ പ്രതിനിധിയാണ് മഹാദേവൻ. സംഹാരം, ത്രിമൂർത്തികളിലെ ശിവനല്ലേ സംഹാരം. ആ ശിവൻ ഭഗവാന്റെ പ്രതിനിധിയാണ്. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരിബോൽ. പ്രഭു ചോദിച്ചാട്ടെ. ഇതിപ്പം നമ്മള് തെങ്ങിൽ നിന്നെടുത്താലും പറങ്കി മാവിൽ നിന്നെടുത്താലും കരിമ്പിൽ നിന്നെടുത്താലും എന്തായാലും മദ്യം വിഷം തന്നെയാണ്, മദ്യം ദോഷം തന്നെയാണ്. പുരാണങ്ങളില് ഭാഗവതത്തില് ഭഗവാന്റെ വംശം മൊത്തം നശിക്കുന്നതും മദ്യം കുടിച്ചു തന്നെയാണ്. അതുകൊണ്ട് മദ്യം നമ്മൾ തെങ്ങിൽ നിന്നെടുത്താലും പഴങ്ങളിൽ നിന്നെടുത്താലും നെല്ലിൽ നിന്നെടുത്താലും ഗോതമ്പിൽ നിന്നെടുത്താലും മദ്യം മനുഷ്യന് പാടില്ല. അതുകൊണ്ടാണ് 4 യമനിയമങ്ങളിൽ മദ്യത്തിന് പ്രധാനമായിട്ട് പറയുന്നത് തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെ, ചായ കാപ്പി ഇതൊക്കെ ലഹരിയാണ്. അതുകൊണ്ടല്ലേ നമ്മളാരും ചായ കാപ്പി ചായ കാപ്പി പോലും നമ്മൾ ഉപേക്ഷിക്കണമെന്ന് പറയുകയാണ്. അതിനകത്ത് ഈ മദ്യത്തിനകത്ത് സ്പിരിറ്റ് കലർത്തുന്നോണ്ടല്ലേ അത് വിഷമാകുന്നത്. ഹരേ കൃഷ്ണ. സ്പിരിറ്റ് കലർത്തുന്നോണ്ട് മദ്യം എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധിയും തമോ ഗുണമാകും. നമ്മളുടെ ആ ഭക്തി നശിക്കും. നമുക്ക് ഭക്തി മാത്രമല്ല, നമ്മുടെ നല്ല ബുദ്ധികളെല്ലാം, നമ്മളുടെ നല്ല ചിന്തകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ഭക്ഷിക്കുന്ന വസ്തുക്കളുടെ അനുസരിച്ചിട്ടാണ് നമ്മളുടെ ബുദ്ധി ചിന്തകളൊക്കെ വരുന്നത്. അപ്പം നല്ല സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ഭക്തിമാർഗത്തില് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മളും സാത്വികരാകും. ഈ പറഞ്ഞ ലഹരി അത് എന്തുകൊണ്ടുണ്ടാക്കിയതാണെങ്കിലും ഇപ്പൊ തന്നെ പഴങ്ങൾ കൊണ്ട്, പലതരത്തിലുള്ള പഴങ്ങൾ കൊണ്ട്, വൈൻ, മുന്തിരി കൊണ്ടുണ്ടാക്കുന്നുണ്ട് വീടുകളില്. അതൊക്കെ രക്തമുണ്ടാകും അത് കുടിച്ചാല്. പക്ഷെ അതൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ പഴകിയതാണ്. എത്ര ദിവസം ഇരുന്നിട്ടാണ് അതിന്റെ ജ്യൂസ് പുറത്തേക്ക് വരുന്നത്. പഴക്കമുള്ള സാധനങ്ങൾ ഭക്ഷിക്കുന്നത് തന്നെ തമോ ഗുണമാണ്. അപ്പൊ ഇത്രയധികം പഴകിയിട്ടുള്ള വസ്തുക്കൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷമേ ചെയ്യും നമ്മുടെ ശരീരത്തിന്. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ യമനിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്കൂളിൽ വെച്ചിരിക്കുന്നത്. യമനിയമങ്ങൾ പാലിക്കുകയും 16 മാല ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയാണ് നമുക്ക് ഭഗവത് പ്രാപ്തി ഉറപ്പാണ്. പക്ഷെ അത്
സ്ട്രിക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഹരേ കൃഷ്ണ. മാതാജി വിട്ടില്ല, ലേഖ മാതാജി കട്ടയ്ക്ക് നിൽക്കുവാണ്. സോറി, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുവാണ്. ഇന്നെല്ലാരും വരിക. ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് വരെ എന്താ പറയാ 100 എന്നുള്ള രീതിയിലാണ് ഇന്ന് ഭഗവാന്റെ കൃപ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ വളരെ ഒരു നല്ല ദിവസം ഇതുപോലെ ഇന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ച് ഡിവോട്ടീസിന് ജോലിക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് 7 മണി വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് വീണ്ടും തുടരാം. താങ്ക് യു മാതാജി. എല്ലാരും വരിക. മാതാജിയോട് ആദരവപൂർവ്വം 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം ഹരേ രാം 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാം ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ രാം 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 ഹരേ ഹരേ. വഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेकोटि वैष्णव वृंद की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र के शिला प्रभुपाद की जय। श्री आनंद पद्मनाभ स्वामी की जय। हरे कृष्णा माताजी प्रणाम, धन्यवाद प्रणाम। हरे कृष्ण माताजी, हरे कृष्ण माताजी, थैंक यू माताजी, जय श्री कृष्ण माताजी।